ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം. ഈ പ്ലാറ്റ്ഫോമിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നമുക്കൊരു പാട്ട് പാടാം. ഇത്ര സൗഭാഗ്യം ഇക്ഷിരേ ഇല്ല മറ്റെങ്ങും നിശ്ചയമാ, തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീരേ മന്നിലുള്ളൂ. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീരേ മന്നിലുള്ളൂ. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനങ്ങൾ 128 1 വാക്യം വായിക്കുന്നു. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. സദൃശവാക്യം 8 അധ്യായം 32 വാക്യത്തിലും എൻ്റെ വഴികളെ പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നു. യഹോവയെ ഭയപ്പെടേണ്ടതിൻ്റെ ആവശ്യകത എന്ത് എന്നുള്ളതാണ് ആദ്യമായി നമ്മൾ ചിന്തിക്കുന്നത്. യഹോവ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമാണ്. സദൃശവാക്യങ്ങൾ 3:19 പറയുന്നു, ജ്ഞാനത്താൽ യഹോവ ഭൂമിയെ സ്ഥാപിച്ചു, വിവേകത്താൽ അവൻ ആകാശത്തെ ഉറപ്പിച്ചു. സങ്കീർത്തനങ്ങൾ 121:1 പറയുന്നു, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെന്ന്. ഉൽപ്പത്തി പുസ്തകം 1 അധ്യായം 1 വാക്യത്തിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 1-2 അധ്യായങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ആകാശവും ഭൂമിയും പക്ഷിമൃഗാദികളെയും ഇഴജാതികളെയും ഒക്കെ ദൈവം സൃഷ്ടിച്ചിട്ട് ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുന്നതായി കാണുവാൻ കഴിയും. മനുഷ്യനെ സൃഷ്ടിച്ച് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയെന്നും മനുഷ്യർ ജീവനുള്ള ദേഹിയായി തീർന്നുവെന്നും തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇങ്ങനെ ദൈവത്തിന്റെ ശ്വാസം ശ്വസിക്കുന്ന മനുഷ്യൻ ദൈവ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കണമെന്നുള്ളത് ദൈവവചനത്തിന്റെ വ്യവസ്ഥയാണ്. പിതാവായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവന് പാർക്കുവാൻ ഏദൻ എന്നൊരു തോട്ടമുണ്ടാക്കി ആ തോട്ടത്തിൽ അവരെ ആക്കി. ഈ തോട്ടത്തിൽ വേല ചെയ്യുവാനും ഇവയെ കാപ്പാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെ ആക്കി. മാത്രമല്ല, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം നിങ്ങൾ തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം അവരോട് കൽപ്പിച്ചു. പിശാചിനാൽ വശീകരിക്കപ്പെട്ട ആദമും ഹവ്വയും ആ ഫലം പറിച്ചു തിന്നുകയും അവർ ദൈവകൽപ്പനയെ അനുസരിക്കാതെ നിത്യമരണത്തിന് അധീനരായി തീരുകയും ചെയ്തു. മാത്രമല്ല, അവരെ ദൈവം ആക്കിയിരുന്ന ആ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ദൈവത്തോടുള്ള മനുഷ്യന്റെ സംസർഗം അവിടം വെച്ച് നഷ്ടമായി തീർന്നതായിട്ട് തിരുവചനത്തിൽ നമുക്ക് കാണുന്നു. അങ്ങനെ ദൈവിക സംസർഗം നഷ്ടപ്പെട്ട മനുഷ്യനെ വീണ്ടും ദൈവിക സംസർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ പിതാവായ ദൈവം ആഗ്രഹിച്ചു. സങ്കീർത്തനങ്ങൾ 53:3 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നുവെന്ന്. അങ്ങനെ നശിച്ചുപോയ മനുഷ്യനെ ദൈവസ്നേഹത്തിലേക്ക്, ദൈവിക സംസർഗത്തിലേക്ക് വീണ്ടും കൊണ്ടുവരുവാൻ ദൈവം ഒരു പദ്ധതി രൂപീകരിക്കുന്നതായി തിരുവചനത്തിലൂടെ നമുക്ക് കാണുന്നു. 1 യോഹന്നാൻ 3 അധ്യായം 1 വാക്യത്തിൽ, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു എന്ന് പറയുന്നു. അതിനായി ദൈവം തെരഞ്ഞെടുത്തത് തന്റെ സ്വന്തം പുത്രനെ തന്നെയായിരുന്നു. മറി എന്ന കന്യകയിലൂടെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ പുത്രനായി യേശു എന്ന രക്ഷകൻ മനുഷ്യ സാദൃശ്യത്തിൽ ഈ ഭൂമിയിലേക്ക് അയക്കപ്പെടുകയാണ്. മനുഷ്യവർഗത്തെ വീണ്ടെടുപ്പാൻ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് തന്റെ ജീവനെ ഇവിടെ ബലിയാക്കി. അതായത് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് മനുഷ്യവർഗത്തിന് മുഴുവൻ നിത്യജീവനെ പ്രദാനം ചെയ്തു. ആ നിത്യമായ ജീവനെ ഏതൊരു വ്യക്തിക്കും പ്രാപിപ്പാൻ കഴിയും. അതിനായി ഒരു ദൈവിക വ്യവസ്ഥ ദൈവവചനം പറയുന്നുണ്ട്. ഹൃദയം കൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഞാൻ പാപിയാണെന്നും എൻ്റെ പാപത്തിനു വേണ്ടി യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റുവെന്നും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും
വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ദൈവത്തിന്റെ മകനും മകളുമായി തീരുവാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തുവെന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ദൈവപുത്രനായ യേശു പറയുന്നു, ഞാൻ തന്നെ ആ വഴിയെന്നും എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ എത്തുവാൻ കഴിയുകയില്ലെന്നും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ ലോകത്തിൽ 2 വിധ വഴികളുണ്ടെന്നും വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യിരെമ്യാ പ്രവചനം 21-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ, ഇതാ ഞാൻ ജീവന്റെ വഴിയും മരണത്തിന്റെ വഴിയും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. മത്തായി സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാകുന്നു, ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ എന്നും പറയുന്നു. ഇവിടെ ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും ഞെരുക്കവുമുള്ളത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അനേക ഭക്തന്മാർ ഈ ഇടുക്കവും ഞെരുക്കവുമുള്ള വഴികളിലൂടെ ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവഇഷ്ടം ചെയ്ത് ദൈവസന്നിധിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 35 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നതാർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഏതെല്ലാം പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും അവിടെയെല്ലാം നമുക്ക് സംരക്ഷണം നൽകുന്ന, നമ്മളെ ജീവിപ്പിക്കുന്ന ഒരു ദൈവം നമ്മളോട് കൂടെയുണ്ട്. സങ്കീർത്തനങ്ങൾ 121-ന്റെ 2 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, എന്റെ സഹായം എവിടെ നിന്ന് വരുന്നു? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തു ഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും എന്നും തിരുവചനത്തിൽ നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. ഏത് കഷ്ടങ്ങളിലും ഏത് സങ്കടങ്ങളിലും ഏത് പ്രതിസന്ധികളിലും നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നമ്മൾക്ക് അതിന്റെ നടുവിൽ ഒരു സംരക്ഷണം ഉറപ്പാ, ഒരു പരിപാലനം ഉറപ്പാ. നമ്മളെ ജീവിപ്പിക്കുന്ന ഒരു ദൈവം നമ്മളോടുകൂടി എപ്പോഴും ഉണ്ടെന്ന് തിരുവചനത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 26-27 വാക്യങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നു, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. ഏതെങ്കിലും പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ വരുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു മാറുന്നവരായിട്ടല്ല, നമ്മൾ ദൈവിക ശബ്ദത്തിൽ നിന്ന് മാറി നടക്കുന്നവരായിട്ടല്ല, നമ്മൾ ദൈവത്തിന്റെ ശബ്ദത്തിൽ തന്നെ നിലകൊള്ളുന്നവരാകണം. അതുകൊണ്ടാണ് 10-ാം അധ്യായം 27-28 വാക്യങ്ങളിൽ പറയുന്നു, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. എത്ര വലിയ ഉറപ്പാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മൾ കേൾക്കുന്നത് പോലെ പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിനാൽ തന്നിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഏതൊരു ദൈവ പൈതലിനെയും ദൈവം ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ ഭവനത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ, ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭയത്തോടും ഭക്തിയോടും സേവ ചെയ്യുക. അതിനായിട്ടാണ് നാം ദൈവത്തിന്റെ മക്കളായിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ആരെങ്കിലും ഈ ദൈവസ്നേഹത്തിലേക്ക് വരാത്തവരായി ഈ വചനങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും
ഏറ്റവും ഭാഗ്യകരമായ ഒരു ദൈവിക അനുഭവമാണിത്. ഇതിലേക്ക് നിങ്ങൾ എത്തുക തന്നെ ചെയ്യണം. ദൈവത്തിന്റെ മക്കളായി ജീവിക്കുന്നവരും ഈ വചനങ്ങളെ പൂർണ്ണമായി അനുസരിച്ചും ആചരിച്ചും ദൈവഹിതത്തിൽ മുന്നേറുവാൻ നമുക്ക് എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. നമുക്ക് വീണ്ടും പാടാം. ഇത്ര സൗഭാഗ്യം ഈ ചിരിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമാ, തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്ന തോരാത്ത കണ്ണീരേ മണ്ണിലുള്ളൂ. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ തന്നതിനാ ഭാഗ്യവാൻ ഞാൻ. ആമേൻ.